ഇന്ത്യയിൽ 2030 ആകുമ്പോഴേക്കും 2400-ലധികം ഗ്ലോബൽ കപ്പാസിറ്റി സെന്ററുകൾ അതായത് GCC ഉണ്ടാകുമെന്ന് സ്റ്റാഫിംഗ് സ്ഥാപനമായ ടീം ലിൻസിന്റെ റിപ്പോർട്ടിനെ ഉദ്ധരിച്ച് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും US സർക്കാരും കർശനമാക്കിയ കുടിയേറ്റ നിയമങ്ങൾ, പ്രത്യേകിച്ച് H-1B വിസകളുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങൾ, ബഹുരാഷ്ട്ര കമ്പനികൾ ഇന്ത്യയിൽ അവരുടെ ഓഫീസുകളും പ്രവർത്തനങ്ങളും വളർത്തുന്നതിനും വികസിപ്പിക്കുന്നതിനും തടസ്സമായിട്ടില്ലെന്നും അവർ റിപ്പോർട്ടിൽ പറയുന്നു. ഇന്ത്യയിൽ നിലവിൽ 1800 ഗ്ലോബൽ കപ്പാസിറ്റി സെന്ററുകൾ ഉണ്ട്. ഉൽപാദനം, ധനകാര്യം, സാങ്കേതിക വിദ്യ, ഡേറ്റാ വിശകലനം തുടങ്ങിയ നിരവധി മേഖലകളിൽ ഈ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നു. ലോകത്തിലെ മൊത്തം GCCകളിൽ പകുതിയിലധികവും ഇന്ത്യയിലാണ്. കൂടാതെ അവർ ഏകദേശം $64.6 ബില്യൺ കയറ്റുമതി വരുമാനം കൊണ്ടുവരുന്നു. 2030 ആകുമ്പോഴേക്കും ഈ തുക ഇരട്ടിയാകുമെന്ന് ടീം ലീസ് പറയുന്നു. 2030 ആകുമ്പോഴേക്കും ഇന്ത്യയിലെ GCCകൾക്ക് $110 ബില്യൺ സാമ്പത്തിക മൂല്യം സൃഷ്ടിക്കാൻ കഴിയുമെന്നും സർവേ പറയുന്നു. എന്താണ് ഗ്ലോബൽ കപ്പാസിറ്റി അഥവാ GCC? ബഹുരാഷ്ട്ര കമ്പനികളുടെ വിദേശ ഓഫീസുകളാണ് GCCകൾ. IT സപ്പോർട്ട്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, ധനകാര്യം, ഉപഭോക്തൃ സേവനം തുടങ്ങിയ പ്രത്യേക സേവനങ്ങൾ അവ നൽകുന്നുണ്ട്. കമ്പനികൾക്ക് വിദഗ്ധ തൊഴിലാളികളെ കണ്ടെത്താൻ കഴിയുന്ന സ്ഥലങ്ങളിലും അവ വളരാൻ സഹായിക്കുന്ന നല്ല ബിസിനസ് അന്തരീക്ഷത്തിലുമാണ് സാധാരണയായി ഈ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നത്. ടീം ലീസ് ഡിജിറ്റൽ CEO നീതി ശർമ്മ പറയുന്നത്, വളർച്ചയുടെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് നാനോ GCCകൾ എന്നറിയപ്പെടുന്ന ചെറിയ കേന്ദ്രങ്ങളിൽ നിന്നായിരിക്കും. 100-ൽ താഴെ ജീവനക്കാരെ മാത്രമേ ഈ കേന്ദ്രങ്ങളിൽ ഉൾപ്പെടുത്തുകയുള്ളൂ. പ്രധാനമായും ഗവേഷണം, വികസനം, കൃത്രിമ ബുദ്ധി അതായത് AI എന്നിവയിലായിരിക്കും ഇവ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ദീർഘകാല അടിസ്ഥാനത്തിൽ കൂടുതൽ ജോലികൾ ഇന്ത്യയിലേക്ക് അയക്കുമെന്ന് ആഗോള നേതാക്കൾ പറയുന്നു. ലോകത്തിലെ മികച്ച 500 കമ്പനികളിൽ ഏകദേശം 50 മുതൽ 60% കമ്പനികൾക്കും ഇതിനകം ഇന്ത്യയിൽ ഓഫീസുകളുണ്ട്. അവർ ഇപ്പോഴും കൂടുതൽ ആളുകളെ നിയമിക്കുന്നുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ സെപ്റ്റംബറിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ കുടിയേറ്റ നിയമത്തിന്റെ ഭാഗമായി പുതിയ H-1B വിസ അപേക്ഷകൾക്ക് $1 ലക്ഷം ഫീസ് ഉയർത്തുകയും അതുമായി ബന്ധപ്പെട്ട പുതിയ നിയമത്തിൽ ഒപ്പുവെക്കുകയും ചെയ്തിരുന്നു. ഇത് ഔട്ട്സോഴ്സ് ചെയ്ത ജോലികൾക്ക് പുതിയ നികുതികൾ ഏർപ്പെടുത്തുമോ എന്ന് പല ആഗോള ടെക് കമ്പനികൾക്കും ആശങ്കകൾ ഉണ്ടാക്കി. എന്നിരുന്നാലും ഈ രാഷ്ട്രീയ തീരുമാനങ്ങൾ ദീർഘകാല നിയമന പദ്ധതികളെ ബാധിക്കില്ലെന്ന് ടീം ലീസിന്റെ CEO ഋഷി അഗർവാൾ പറഞ്ഞു. ഒരു രാഷ്ട്രീയ നയ തീരുമാനം കാരണം കമ്പനികൾ അവരുടെ നിയമനം അല്ലെങ്കിൽ പിരിച്ചുവിടൽ പദ്ധതികളിൽ മാറ്റം വരുത്തുന്നില്ല എന്നും അദ്ദേഹം റോയിറ്റേഴ്സിനോട് പറഞ്ഞു. ഇതിന്റെ ഒരു പ്രധാന കാരണം ഇന്ത്യയിലെ GCCകൾ ഇപ്പോൾ US കമ്പനികളിൽ നിന്നുള്ളതല്ല എന്നതാണ്. നിരവധി യൂറോപ്യൻ, തെക്ക് കിഴക്കൻ ഏഷ്യൻ കമ്പനികളാണ് ഇപ്പോൾ നിലവിൽ ഉള്ളത്. ഈ കമ്പനികൾ ഇന്ത്യയിൽ അവരുടെ കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നത് അവർക്ക് വിദഗ്ധ തൊഴിലാളികളെ ലഭിക്കും എന്നുള്ളതും അവരുടെ കമ്പനികൾക്ക് കുറഞ്ഞ ചെലവുകൾ മാത്രമായിരിക്കും എന്നുള്ളതുമാണ്. ഉത്തർപ്രദേശ് പോലെയുള്ള ചില സംസ്ഥാന സർക്കാരുകൾ കൂടുതൽ നിക്ഷേപം ആകർഷിക്കുന്നതിനായി പ്രത്യേക GCC നയങ്ങൾ പോലും ആരംഭിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഫോർച്യൂൺ 500 കമ്പനികളെ ആകർഷിക്കുന്നതിനായി GCC നയം ഉത്തർപ്രദേശിൽ ആവിഷ്കരിച്ചിരുന്നു. ഇതിനായി 2024-ൽ ഉത്തർപ്രദേശ് സർക്കാർ മെയ് മാസത്തിൽ GCC നയം പ്രഖ്യാപിച്ചു. നോയിഡ, ലക്നൌ, കാൺപൂർ, വാരണാസി തുടങ്ങിയ നഗരങ്ങളെ സാങ്കേതിക വിദ്യയ്ക്കും ഡിജിറ്റൽ സേവനങ്ങൾക്കുമുള്ള വലിയ കേന്ദ്രങ്ങളാക്കി മാറ്റുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. അടുത്ത 5 വർഷത്തിനുള്ളിൽ ഉയർന്ന ശമ്പളമുള്ള 2 ലക്ഷത്തിലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ് ഈ നയത്തിന്റെ ലക്ഷ്യമെന്ന് ഉത്തർപ്രദേശ് സർക്കാർ പ്രസ്താവനയിൽ പറഞ്ഞു. ഉത്തർപ്രദേശിനെ $1 ട്രില്യൺ സാമ്പത്തിക വ്യവസ്ഥയാക്കി മാറ്റുക എന്ന മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ദർശനത്തിന്റെ ഭാഗമായി ഫോർച്യൂൺ 500 കമ്പനികളെ ആകർഷിക്കുന്നതിലും നേരിട്ടുള്ള വിദേശ നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. വൻകിട ആഗോള ടെക് കമ്പനികളെ സംസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിനായി GCCകൾക്ക് മികച്ച പിന്തുണയാണ് സർക്കാർ നൽകുന്നത്. ഇന്ത്യയിലെ മികച്ച 500 കമ്പനികൾ അല്ലെങ്കിൽ 100 കോടി രൂപയിൽ കൂടുതൽ വിദേശ നിക്ഷേപമുള്ള ഏതെങ്കിലും സ്ഥാപനം എന്നിവയ്ക്ക് സർക്കാർ പ്രത്യേക പ്രോത്സാഹന പാക്കേജുകൾ നൽകും. ഈ പദ്ധതി നടപ്പിലാക്കുമ്പോഴേക്കും ഇന്ത്യൻ നഗരങ്ങളിൽ പ്രത്യേകിച്ച് IT, ഗവേഷണ, വികസനം, അനലറ്റിക്സ്, ധനകാര്യ മേഖലകളിൽ 10,000 കണക്കിന് ഉയർന്ന വൈദഗ്ധ്യമുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നാണ് റിപ്പോർട്ടുകൾ.